ഹരി ഓം. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഓണം ആണ്. അപ്പം എല്ലാവർക്കും ആദ്യം തന്നെ ഒരു പുതുവർഷ ആശംസകളും അതേപോലെ തന്നെ ഹാപ്പി ഓണം കേട്ടോ. എല്ലാവർക്കും സുഖം തന്നെയായിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പുതുവർഷ സംബന്ധമായിട്ടുള്ള വീഡിയോ ആണ്. അതായത് ഒരു വർഷക്കാലത്തേക്ക് 1202 ചിങ്ങം 1 മുതൽ 1202 ആണ്ട് കർക്കിടകം 31 വരെയുള്ള ഒരു വർഷക്കാലത്തേക്കുള്ള ഫലമാണ് കേട്ടോ. അതായത് 2026 ആഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയുള്ള കാലത്തേക്കുള്ള അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നക്ഷത്രക്കാരുടെയും ഫലങ്ങളാണ് ഇവിടെ സംസാരിക്കുക കേട്ടോ. ഇത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആ രീതിയിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം വീഡിയോ വരാൻ കുറച്ച് ലേറ്റായി, ഞാൻ തന്നെ ക്ഷമ ചോദിക്കുന്നു. കാരണം കുറച്ച് ടൈമിൻ്റെ ഇഷ്യൂ കാരണമാണ് നമുക്ക് അതിൻ്റെ ഇഷ്യൂ വന്നത്. സോ നമുക്കെന്താ വീഡിയോയിലേക്ക് കിടക്കാൻ അധികം താമസിക്കാതെ. അശ്വതി നക്ഷത്രം അല്ലേ. അപ്പം അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷകാലം എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ ഒരു സമ്മിശ്ര ഫലമാണ് എങ്കിൽ പോലും നമുക്ക് ഗുണഫലം ഏറിയിരിക്കുന്ന ഒരു സമയമായിട്ട് ചിന്തിക്കാം ഈ ഒരു അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് സ്ഥലം മാറാൻ ആഗ്രഹിക്കുന്നവർ പറ്റുന്നതാണ്. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ മേലധികാരുടെ പ്രീതിയൊക്കെ നമുക്ക് ലഭിക്കും, സഹായങ്ങളൊക്കെ ലഭിക്കും. എങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജോലിയിൽ ഉണ്ടാവുന്ന ഒരു സമ്മർദ്ദം, ജോലിയിൽ ഉണ്ടാവുന്ന ചെലവുകൾ അല്ലെങ്കിൽ ആ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിമിത്തം നമുക്കൊരു ചിന്ത വരും ജോലി മാറിയാലോ എന്ന്. എന്നാൽ പൂർണ്ണമായിട്ടും നമ്മൾ പെട്ടെന്ന് എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കാതിരിക്കുന്നതായിരിക്കും ഉചിതം എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ തീരുമാനം എടുത്തോളൂ, അതിന് യാതൊരു തെറ്റുമില്ല കേട്ടോ. നമ്മുടെ മേലധികാരിയുടെയൊക്കെ പ്രീതി നമുക്കുണ്ടാകും, പക്ഷേ അതിനെ നോക്കുമ്പോൾ നമുക്ക് ജോലി കുറച്ച് സമ്മർദ്ദം കൂടുക, റെസ്പോൺസിബിലിറ്റി കൂടുക, കുറച്ചുകൂടി നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടി വരുന്ന സാഹചര്യമാണ് അശ്വതി നക്ഷത്രക്കാർക്ക്. ഓക്കെ, പൊതുവെ അശ്വതി നക്ഷത്രക്കാരെന്ന് പറഞ്ഞാൽ കുറച്ച് വേഗതയിലുള്ളവരാണ്. സോ ആ വേഗതയിലുള്ള തീരുമാനം ഈ ഒരു സമയത്ത് നമ്മൾ എടുക്കാതെ കുറച്ച് ചിന്തിച്ച് മാത്രം നമ്മൾ എടുക്കുന്നതായിരിക്കും ഉചിതം എന്ന് പറയുന്നത്. പുതിയ പുതിയ അവസരങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കയറുന്ന സമയം തന്നെയാണ് എന്ന് പറയുന്നത്. നമുക്കിപ്പം ജോലിയിൽ മാറ്റം മാത്രമല്ല, നമ്മളിപ്പോൾ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു മാറ്റം ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വരാൻ സാധ്യതയുള്ള ടൈം തന്നെയാണ് കേട്ടോ ഈ ഒരു വർഷം എന്ന് പറയുന്നത്. നമുക്ക് വരുമാന കാര്യങ്ങൾ, സാമ്പത്തിക സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ വരവുണ്ടാവും. പക്ഷേ നമുക്കതനുസരിച്ചുള്ള ചിലവുകളും കൂടുമെന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവും എന്ന ചോദ്യത്തിന് ഉണ്ടാകും, എന്നാൽ ചിലവ് ഉണ്ടാവില്ലേന്ന് ചോദിച്ചാൽ ചിലവ് ഉണ്ടാവുന്ന സമയം തന്നെയാണ് എന്ന് പറയുന്നത്. ഓക്കെ, ചിലവ് നല്ല രീതിയിൽ ഉണ്ടാവുന്ന സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. സോ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, കൃത്യമായിട്ടൊരു ട്രാക്കർ വെക്കുക. അതായത് നിങ്ങളുടെ എക്സ്പെൻസ് വരുന്ന ഏത് വരിക്കാണ്, അത് എത്രമാത്രം എക്സ്പെൻസ് ആവശ്യമുള്ളതുകൊണ്ട് ആവശ്യമില്ലാത്തതുണ്ടെന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ വരുമാനം വരുന്ന വരെയും നമ്മളൊന്ന് ചിന്തിക്കുക, എത്ര വരുമാന മാർഗങ്ങൾ നമുക്കുണ്ട്, അല്ലെ ഇനി ഇതിലേക്ക് നമുക്കതിനെ കൂട്ടാൻ സാധിക്കുന്നുണ്ടോ, ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ, നമുക്ക് ആ വരുമാനത്തിന് കൃത്യമായിട്ടൊരു ഇത്രയും പെർസെൻറ്റേജ് സേവിങ്ങിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കുന്നുണ്ടോ, നമുക്കൊരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നതും ഒന്ന് റെക്കോർഡ് ചെയ്യുന്നതൊക്കെ ഒന്ന് നല്ലതായിരിക്കും, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അതുപോലെ കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ കാലത്തൊരു ആഗ്രഹമായിരിക്കും ഒരു വീട് വാങ്ങണം, അല്ലെങ്കിൽ ഒരു പുതിയ വീട്ടിലേക്ക് മാറണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഓക്കെ, അല്ല ഇത്ര നാൾ ഞങ്ങളൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പഴയ വീടാണ് എന്ന് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇത്ര നാൾ പാരമ്പര്യമായിട്ടുള്ളൊരു വീടാണ്, ആ വീടൊന്ന് മാറ്റി നമ്മുടേതായ ഒരു വീട്, നമ്മളുടെ അധ്വാനത്തിലൂടെ ഉണ്ടാവുന്ന ഒരു വീട് പണിയാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും അല്ലേ. അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ നമുക്ക് ആ ഒരു ഭവനയോഗം പറയാവുന്ന ടൈം പീരീഡ് തന്നെയാണ് കേട്ടോ. വീട് വാങ്ങാൻ, ആ വീട് പുതുക്കി പണിയാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സാധിക്കുന്ന ടൈം പീരീഡ് തന്നെയാണ്. സോ നമ്മുടെ വരുടെ കാലത്തെ ആ ഒരു ആഗ്രഹമായിരിക്കും നമുക്ക് ഈ ഒരു വർഷം സാധിച്ചെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. അതിനുള്ള പരിശ്രമം കൂടി നമ്മൾ എടുക്കണം കേട്ടോ. അതല്ലാതെ നമുക്കിങ്ങനെ ഒരു ഫലമുണ്ട്, ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടെന്ന് വിചാരിച്ച് അത് മാത്രമാണ് നമ്മുടെ ജീവിതം നടക്കുകയല്ല. അപ്പം നമ്മൾ അതുകൂടി ചിന്തിച്ച് വേണം നമ്മൾ ആ കാര്യത്തിലേക്കൊക്കെ കടക്കുക എന്ന് പറയും. അതേപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷകരമായ ചടങ്ങുകളിലൊക്കെ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കുക, കുടുംബത്തിൽ സന്തോഷകരമായ ചടങ്ങുകളൊക്കെ നടക്കാനൊക്കെ യോഗം പറയാവുന്ന സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അടുത്തൊരു പ്രധാന കാര്യമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അല്ലേ. വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം അശ്വതി നക്ഷത്രത്തിലുള്ള വിദ്യാർത്ഥികൾ പലപ്പോഴും നിൽക്കുന്ന ഒരു കാര്യമാണ്, പരീക്ഷയൊക്കെ ജയിക്കുമോ, അല്ലെ ഞാൻ ഈ വർഷം എഴുതണോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പം നിങ്ങൾ ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ശരിക്കും
വിദ്യാഭ്യാസ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായ അവസ്ഥയാണ്. എന്നാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠനത്തിലുണ്ടാവുന്ന കോൺസെൻട്രേഷൻ്റെ ഒക്കെ ഒരു കുറവ്, അത് നല്ലവണ്ണം ഉണ്ടാവുന്ന ഒരു വർഷം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. സോ ആ ഒരു കോൺസെൻട്രേഷനെ കുറയ്ക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് ചില സാഹചര്യത്തിൽ ഈ വർഷത്തിൽ നമുക്ക് ചില സമയത്തെങ്കിലും നമുക്ക് തോന്നുന്ന സമയമാണ് ഈ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റുമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് പഠനത്തിനോട് ഒരു മടുപ്പ് അല്ലെങ്കിൽ ഒരു വെറുപ്പൊക്കെ തോന്നാനുള്ള സാധ്യത കൂടുതലാണ്. സോ ആ കാര്യം ഒന്ന് ചിന്തിക്കുക. ഓക്കെ, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും. നമ്മളൊരു ലക്ഷ്യം വെച്ചുകൊണ്ടല്ലേ നമ്മൾ മുമ്പോട്ട് ഈ ഒരു പഠനകാലത്തിലേക്ക് കടന്നത്. അപ്പം ആ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നൊരു എന്താണ് +2 അല്ലെങ്കിൽ +1 +2 എങ്കിലും ഉള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ പഠിക്കുക കൃത്യമായിട്ട്, നിങ്ങളെ ഫാമിലി നോക്കുക, അല്ലെങ്കിൽ ഫാമിലി പറയുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു സിസ്റ്റമായിട്ടുള്ള നമുക്ക് സെലക്ടിങ് ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ. +1 +2 എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് അല്ലേ, ഒന്നെങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ പേരൻസിൻ്റെ ഒരു ആഗ്രഹപ്രകാരമായിരിക്കും +1 നിങ്ങളൊരു സബ്ജക്റ്റ് എടുക്കുക എന്ന് പറയുന്നത് അല്ലേ. അപ്പം അവിടെ നിന്ന് നമുക്കൊരു ടേണിങ് പോയിൻ്റാണ് നമ്മുടെ ലൈഫിലുള്ള ടേണിങ് പോയിന്റ്. ശരിക്കും പറഞ്ഞാൽ 10 കഴിഞ്ഞിട്ട് +1 +2 ആണ്. കാരണം ഇപ്പം നമ്മൾ +1 സയൻസ് എടുക്കുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം +2 ആണ് നമ്മുടെ ടേണിങ് പോയിന്റ് എന്ന് പറയും. കാരണം +2 കഴിഞ്ഞിട്ട് നമുക്ക് ഏത് കോഴ്സിലേക്ക് നമുക്ക് തിരിയാൻ സാധിക്കും. ഓക്കെ, എന്നാൽ നമുക്ക് സയൻസ് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് പോയി +1 പോയി സയൻസ് എടുക്കുന്നത് ഞാൻ ഉചിതമായിട്ട് ഒരിക്കലും പറയുകയില്ല. കാരണം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് നിങ്ങളെ കൊണ്ട് പഠിക്കാൻ സാധിക്കില്ല. കാരണം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് നമുക്ക് എത്ര നോക്കിയാലും നമുക്കൊരു താല്പര്യം ഉണ്ടാവില്ല, നമ്മൾ നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. ബട്ട് പഠിക്കുന്നവരില്ലെന്ന് ചോദിച്ചാൽ പഠിക്കും. ഓക്കെ, കാരണം ഒരു സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ട് പഠിക്കുന്നതും ഒരു സബ്ജക്റ്റ് കഷ്ടപ്പെട്ട് പഠിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. സോ +1 നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളോട് അല്ലെങ്കിൽ നമ്മുടെ സന്താനങ്ങളോട് അവരോട് ചോദിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കി ആ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുന്നതിന് എനിക്ക് ഉചിതം എന്ന് പറയുന്നത്. പിന്നെ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ +1 എടുക്കുന്ന ഒരു ഡിസിഷൻ അതൊരു ബിഗ് ഡിസിഷൻ ആണ്. ഓക്കെ, നിങ്ങളുടെ ഒരു കൂട്ടുകാരൊരു സബ്ജക്റ്റ് എടുത്തു, എന്നാൽ ഞാനും അവൻ്റെ കൂടെ അല്ലെ അവളുടെ കൂടെ പഠിക്കാം എന്നൊരു ആഗ്രഹത്തിൽ നിങ്ങൾ പോയി ചാടാതെ നിങ്ങൾക്ക് വ്യക്തപരമായിട്ടും ഒരു പ്ലാൻ ഉണ്ട്. ഞാൻ ഇതാണ് എടുക്കാൻ പോകുന്നത്, ഞാൻ ഇന്നതിലോട്ടാണ് പോകാൻ വേണ്ടി പോകുന്നത്, എനിക്ക് ഫ്യൂച്ചറിൽ ഇതാണ് ആവേണ്ടത് എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ആസ്പദമാക്കി എടുക്കാൻ നോക്കുക. അവരിങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങളത് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഒരു ഗോൾ ഉണ്ടാവും, അവർ ആ ഗോളിലെത്തും. നിങ്ങൾക്ക് ആ ഗോളില്ലാതെ നിങ്ങൾ ചെന്ന് ചാടാൻ +2 കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഇനി എന്ത് ചെയ്യും എന്നൊരു ചിന്ത നിൽക്കും. അവരെന്നിട്ട് അവരുടെ ഗോളിൽ പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ പോകാൻ പറ്റും, ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യം വരും. സോ ഇറ്റ് ഡിപ്പെൻസ് ആണ്. സോ നിങ്ങൾക്കൊരു വ്യക്തിപരമായ ആഗ്രഹം ഉണ്ടോ ഇല്ലയോ നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ പറയുന്ന രീതിയിൽ നിങ്ങൾ ആ റൂട്ടിൽ ഫോളോ ചെയ്ത് പോവുക. എന്നിട്ട് +2 എത്തിക്കഴിയുമ്പോൾ നിങ്ങളുടെ തന്നെ തീരുമാനത്തിൽ നിങ്ങൾ ഏതാണോ എടുക്കേണ്ടത് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടൊരു തീരുമാനം ഉണ്ടായി ഉറപ്പിച്ച്. കാരണം +2 തൊട്ട് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കാൻ തുടങ്ങണം. കാരണം നമുക്ക് ഇന്നതാണ് പഠിക്കേണ്ടത് എന്നൊരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവണം, ഞാൻ ഇന്നതാണ് ആവേണ്ടത് എനിക്കൊരാഗ്രഹം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്കതൊരു ഉചിതമായിട്ട് മാറുള്ളൂ കേട്ടോ. അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക. അതേപോലെ തന്നെ വിദേശത്ത് ജോലിക്ക് നോക്കുന്നവരെ, വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് അനുകൂലമായ അവസ്ഥയാണ്. നിങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാവുന്ന ഒരു വർഷം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ നോക്കി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, നമുക്ക് നമ്മുടെ മനസ്വസ്ഥതയുടെ കാര്യത്തിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പൂർണ്ണ ഹാപ്പി അല്ലെങ്കിൽ ഭയങ്കര സുഖമായിരിക്കും എന്ന് പറഞ്ഞാൽ മനസ്സിന് ചില സമയത്തുള്ള ബുദ്ധിമുട്ടുകളും ചില തരത്തിലുള്ള വേദനകളൊക്കെ ഉണ്ടാവും. ബട്ട് ഇറ്റ് ഡിപ്പെൻസ് ആണ്. മൊത്തത്തിൽ നമ്മൾ ഓവറോൾ നക്ഷത്രക്കാരെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അനുകൂലമായ അവസ്ഥ തന്നെയാണ് കേട്ടോ. വലിയ രീതിയിൽ എടുക്കുക. ഇപ്പം നമ്മളിപ്പം സമ്മിശ്ര ഫലമായിട്ട് എടുക്കുക 50 ആണെങ്കിൽ നിങ്ങൾക്ക് അതിനെ കുറച്ച് ടോപ്പിലേക്ക് എടുക്കുക. അതായത് 25% കൂട്ടി 75% ഓളം നമുക്കൊരു അനുകൂലമായ അവസ്ഥയായിട്ട് തന്നെ ചിന്തിക്കുക കേട്ടോ. ഇത്രയൊക്കെയാണ് പൊതുവായിട്ട് ഒരു പൊതുഫലം എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. നമ്മുടെ പേരും നക്ഷത്രം താഴെ കമൻറ്റ് ചെയ്യാമെങ്കിൽ നമ്മൾ ക്ഷേത്രം നടക്കുന്ന പാഠത്തിൽ നിങ്ങളുടെ പേരും നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വീഡിയോ കാണുമ്പോൾ പൊതുഫലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഞാൻ തുറക്കം തൊട്ട് പറയുന്നൊരു കാര്യം തന്നെയാണ്. ഇതൊരു വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഫലങ്ങളോ അല്ല. നമ്മളിത് പൊതുവായിട്ട് ഇടുന്ന ഫലങ്ങളാണ് അല്ലേ. ഇത് പൊതുഫലങ്ങളാണ് ഇതെല്ലാം എന്ന് പറയുന്നത്. നമുക്ക് വീഡിയോസിലായിട്ടും പോസ്റ്റിലായിട്ടും എല്ലാം കാണുന്നത് പൊതുഫലങ്ങൾ മാത്രമാണ്. നമ്മുടെ ജാതകം അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോഴാണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുക എന്ന് പറയാം. ഓക്കെ, അപ്പം നമ്മുടെ ഇപ്പോൾ കറണ്ടിൽ ഏത് ദശാകാലമാണ്, ഏത് അപകാലമാണ്, ദശാനാഥൻ അപകാലനാഥനൊക്കെ നമുക്ക് അനുകൂലമാണ് പ്രതികൂലമായ അവസ്ഥയിലാണോ, നമ്മുടെ ഗ്രഹങ്ങൾ എങ്ങനെയാണ് നിൽക്കുക, നമുക്ക് ഏതൊക്കെ ഗ്രഹങ്ങളാണ് പോസിറ്റീവായിട്ടുള്ളത്, ഏതൊക്കെ ഗ്രഹങ്ങളാണ് നെഗറ്റീവായിട്ടുള്ളത്, ഇതൊക്കെ മനസ്സിലാക്കി നമുക്ക് ഇപ്പോഴത്തെ കറണ്ടിലുള്ള ഫലങ്ങളിലേക്ക് നമുക്ക് ചിന്തിക്കാൻ സാധിക്കാം. നമ്മൾ പലരും പറയാനുള്ള കാര്യമാണ്, നല്ല ഫലങ്ങൾ പറയുമ്പോഴും നമുക്ക് അത്ര അനുകൂലമായ അവസ്ഥകൾ വരാറില്ല എന്ന് പറയാറുണ്ട്. അപ്പം നമുക്ക് ജാതകം നോക്കുമ്പോഴായിരിക്കും മനസ്സിലാക്കാൻ നമുക്ക് അത്ര അനുകൂലമായ അവസ്ഥയിലല്ല പോവുക എന്ന് പറയുന്നത്. അതേപോലെ ചിലർ പറയാറുണ്ട് ജാതകത്തിൽ നമുക്ക് അനുകൂലമായ ഫലങ്ങളുണ്ടെന്നാൽ നമുക്ക് വ്യക്തി
അല്ലെങ്കിൽ നമ്മുടെ ജീവിത അവസ്ഥയിൽ നമുക്ക് അത്ര അനുകൂലമായ അവസ്ഥ വരാറില്ല എന്ന് പറയാറുണ്ട്. അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട് കൃത്യമായിട്ടുള്ള. എന്താണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, നമുക്ക് അതിലോട്ട് കടക്കുക എന്ന് പറയാം. എപ്പോഴും നമുക്കൊരു ജാതകം മാത്രമാണോ എല്ലാം ചോദിച്ചാൽ അല്ല. ഒരു ജാതകം മാത്രമല്ല എല്ലാം. നമുക്ക് ജാതകത്തിൽ ഉണ്ടാവുന്ന ഫലങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും, അതിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. എന്തുകൊണ്ട്? നമ്മുടെ കർമ്മം കൊണ്ടും നമ്മുടെ തപസ് കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ജാതക ഫലത്തെ മാറ്റി അല്ലെങ്കിൽ നമുക്കൊരു പുതിയൊരു ലൈഫിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഓക്കെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാരണത്തെ പറഞ്ഞുകൊണ്ട് ഇരിക്കുക എന്ന് പറയുന്നത് ഈസിയാണ്, അതിനെ മറികടന്ന് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാം. എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കും. അത് ഓരോ തരത്തിലാണെന്ന് മാത്രം. അതിനെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കുന്നു, എങ്ങനെ കാണുന്നു, എങ്ങനെ അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നു എന്നതിലാണ് നമ്മുടെ ഓരോരുത്തരുടെ വിജയം എന്ന് പറയുന്നത്. നമുക്ക് ഇന്ന് ഈ ലോകത്തുള്ള എല്ലാവർക്കും തന്നെ 24 മണിക്കൂറാണ് ഉണ്ടാകുക അല്ലേ. ഓരോരുത്തരും ഓരോ രീതിയിലാണ് മുന്നോട്ട് പോവുക. ആ 24 മണിക്കൂർ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉപയോഗിക്കുകയും കാണുകയും ചെയ്യുക. അങ്ങനെയാണ് ആ 24 മണിക്കൂർ ചിലവർക്ക് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മണിക്കൂറായിട്ടും ചിലവർക്ക് അത് 48 മണിക്കൂറായിട്ടും തോന്നുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളത് എത്രയും പെട്ടെന്ന് നമുക്ക് വേണ്ട സമയത്തെ നമ്മൾ കൃത്യമായിട്ട് കണ്ട് നമ്മൾ കൃത്യമായിട്ട് അത് യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോവുക എന്ന് ചെയ്യേണ്ട കേട്ടോ. മനസ്സിലാവണമെന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ കുറേ ആളുകൾ വിളിക്കുമ്പോൾ, ഓഫീസിൽ വിളിക്കുമ്പോൾ ഒക്കെ ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു നമ്മുടെ പഠനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ജ്യോതിഷം പഠിക്കണം, പഠനകാലത്തെ ആഗ്രഹമാണ്, എന്നാൽ ഒരിടത്ത് പോയി പഠിക്കാനോ അല്ലെങ്കിൽ ഒരു കൃത്യസമയം വെച്ച് പഠിക്കാനൊന്നും സമയമില്ല. ഇങ്ങനെ ഇടയ്ക്കാണ് ചില സമയത്ത് രാത്രിയൊക്കെയാണ് സമയം കിട്ടുക. അപ്പോൾ എങ്ങനെയാണ് എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. കറണ്ടിൽ ബയോബ്രാറ്റർ കോഴ്സസ് എന്ന് പറയുന്നത് ജ്യോതിഷത്തിൻ്റെയും അതേപോലെ തന്നെ പെൻഡ്യൂൾഡ് ഹൗസിങ്ങിൻ്റെ കോഴ്സുമാണ് ഉള്ളതെന്ന് പറയുന്നത്. ഓക്കെ, പെൻഡ്യൂൾഡ് ഹൗസിങ് നമുക്ക് ഓൺലൈൻ ക്ലാസ്സസും ഉണ്ട്, റെക്കോർഡ് ക്ലാസ്സസും ഉണ്ട്. ഓക്കെ, ഇനി അതായത് ജ്യോതിഷത്തിൻ്റെ ക്ലാസ് ആണെങ്കിൽ നമ്മൾ റെക്കോർഡ് ക്ലാസ്സസ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുക. കാരണം 3 വർഷത്തെ കോഴ്സാണ്. സോ പല ബാച്ചസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ്സസ് നമുക്ക് എന്താണ് പല ബാച്ചസ് നടത്താൻ സമയം കിട്ടില്ല. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും പല സമയത്താകുമ്പം ഓരോ ബാച്ചിൽ തന്നെ പല സമയത്തുള്ളവരുണ്ടാവും. സോ അത് ഭയങ്കര ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ ജ്യോതിഷത്തിൻ്റെ ക്ലാസ് നമ്മൾ പൂർണ്ണമായിട്ട് റെക്കോർഡ് ക്ലാസ്സസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുക. വീക്ക്ലി ഒരു ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. കൂടുതലായിട്ട് വിവരം അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ പവേഴ്സ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സംബന്ധിച്ച്, അതായത് നമ്മുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ്. ഇത് ആഗ്രഹിക്കുന്നവർക്ക് യൂട്യൂബിലാണ് വീഡിയോ കാണണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. ഇനി അത് ഫേസ്ബുക്കിലെ കാണണമെങ്കിൽ നമ്മുടെ ബയോയിൽ നമുക്ക് അതിൻ്റെ ലിങ്ക് കാണാൻ സാധിക്കും. പ്രൊഫൈലിൽ നമ്മുടെ പിക്ചറിൽ, അതായത് നമ്മളിപ്പോൾ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ഒരു പ്രൊഫൈൽ അടിയിലുണ്ടാവില്ല, ആ പേര് എഴുതിയേക്കണം. അത് ഞെക്കി കഴിയുമ്പോൾ ഒരു പ്രൊഫൈലിലേക്കായിരിക്കും പോവുക. അതിൻ്റെ ഇതിലായിട്ട് ലിങ്ക്സ് ആയിട്ട് കിടപ്പുണ്ടാവും. വാട്സപ്പ് ഗ്രൂപ്പ്, അതായത് പവേഴ്സ് ക്ലബിനോ അങ്ങനത്തെ പേരിൽ കിടപ്പുണ്ട്. ഇനി അതിൽ ഇൻസ്റ്റയിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ബയോയിൽ ലിങ്ക് കിടപ്പുണ്ട് കേട്ടോ. പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞ് ലിങ്ക് കിടപ്പുണ്ട്. അപ്പോൾ അത് കയറി ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും എൻ്റെ ജഗദീശ്വരനോട് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരു വർഷക്കാലം നമുക്കെല്ലാവർക്കും അനുകൂലമായ ഫലങ്ങൾ പ്രദാനം ചെയ്യണം, നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യണം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ ദോഷങ്ങളെയും മാറ്റി അല്ലെങ്കിൽ അതെല്ലാം ഒരു സൊല്യൂഷൻ കണ്ടെത്തി നമുക്ക് ഈ ഒരു വർഷം നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മൾ ആഗ്രഹിച്ച ലക്ഷ്യങ്ങളെല്ലാം കീഴടക്കാൻ സാധിക്കുവാനും നമുക്കെല്ലാവർക്കും അതിനുള്ള ശക്തിയും കഴിവും ബുദ്ധിയും ജഗദീശൻ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യണം എന്ന് ആ ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി നമുക്കെല്ലാവർക്കും പരസ്പരം എല്ലാവരെയും പ്രാർത്ഥിച്ചെന്ത് ചെയ്യാം, നമുക്ക് പ്രാർത്ഥിക്കാം ജഗദീശനോട്. കാരണം എല്ലാവരും കൂടി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ പവർ പ്രത്യേകം തന്നെയാണല്ലേ. അപ്പം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പ്രാർത്ഥിച്ച് നമുക്ക് എല്ലാവരും ഒത്തുചേർന്നങ്ങ് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എല്ലാം നടക്കുന്നേ. അപ്പം നല്ലൊരു ശുഭാപ്തി വിശ്വാസത്തോടെ ഈ ഒരു വർഷം നമുക്ക് എല്ലാവർക്കും ഒരു അനുകൂലമായ ഫലങ്ങളെ നമുക്ക് എന്ത് തന്നെയായാലും അതിനെല്ലാം നമുക്ക് മറികടക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. നമ്മുടെ കൃത്യമായ പരിശ്രമവും കൃത്യമായ ഈശ്വരവിശ്വാസവും നമ്മളിലുള്ള വിശ്വാസവും. കാരണം ഈശ്വരനിലും അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തിയിലും നമുക്ക് വിശ്വാസമാണ്. ഈശ്വരൻ മാത്രം വിശ്വസിച്ച് നമ്മുടെ പ്രവൃത്തി ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ യാതൊരു പ്രയോജനമില്ല. ഓക്കെ, അപ്പം രണ്ടും വേണം, താൻ പാതി ദൈവം പാതി എന്നാണ്. അപ്പം നമ്മൾ ചെയ്യാനുള്ള കർമ്മം കൃത്യമായിട്ട് ചെയ്യുക, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ പൂർണ്ണമായിട്ട് വിശ്വാസം ഉണ്ടാവുക, അതേപോലെ തന്നെ ഈശ്വരനെ പൂർണ്ണമായി വിശ്വസിച്ച് മുന്നോട്ട് പോകുക. അപ്പം എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കും കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.